കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു അടുക്കളത്തോട്ടം വീഡിയോ ചെയ്തിരുന്ന അതിൻ്റെ ബാക്കിയൊരു ചെറിയ ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കൂട്ടുകാരെ, വേറെയൊന്നല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊല കൊത്തിയിരുന്നല്ലോ, അതിൻ്റെ ആ വാഴയുടെ കാമ്പ് നമുക്കൊന്ന് എടുക്കാം. നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതെടുക്കാൻ വേണ്ടി. അതിന് നമ്മൾ ഈ കാമ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ വാഴയുടെ മുകളിലുള്ള പോളകളെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം, എന്നാലല്ലേ നമുക്ക് കാമ്പ് കിട്ടുള്ളൂ. ഇവിടെ നല്ല ഉറുമ്പുണ്ട്, എന്നിട്ടും വെട്ടിക്കുട്ടിക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള ഭാവത്തിലാണ് ഓൻ എൻ്റെ കൂടെ തന്നെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കാമ്പ് വലിയ കാമ്പൊന്നല്ല, ചെറിയ കാമ്പാണ് കിട്ടിയിട്ടുള്ളത്. വാഴ ചെറുതല്ലേ, അതുകൊണ്ട് കാമ്പ് ചെറുത് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നല്ല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സാധനമാണ് കാമ്പ്. നമ്മൾ അറിയാതെ വയറ്റിൽ തളർന്നാറോ നൂലോ എന്തെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കാമ്പ് കഴിച്ചാൽ എല്ലാം മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എവിടെ കാമ്പ് കണ്ടാലും അത് നമ്മളെ ഭക്ഷണത്തിൽ ഒരു നേരം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. നല്ല രുചിയുള്ള സാധനമാണ് കാമ്പ്. ഈ കാമ്പ് പെരക്കുണ്ടാക്കും നമ്മൾ. പെരക്കെന്ന് പറഞ്ഞാൽ അത് കാമ്പ് ചെറുങ്ങനെ വേവിച്ചെടുക്കാതെ തരി തരിയായി അരിഞ്ഞിട്ട് ഉപ്പും തിരുമ്മി ഇതിന് തൈര്, തേങ്ങ, കടുക്, പച്ചമുളക് ഇതൊക്കെ അരച്ചെടുത്തിട്ട് ഈ ഉപ്പ് അത് വേവിപ്പിക്കാതെ തിരുമ്പിയെടുത്ത കാമ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വാട്ടൽമുളകും കടുകും കറിവേപ്പിലയും അതിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ പെരക്കായിട്ട് കിട്ടും. നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ നമുക്കിത് വറവിന് ഉപയോഗിക്കാം. വറവിനും നമ്മൾ കാമ്പ് തരി തരിയായിട്ട് അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞളും പറങ്കിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കടുകും പാട്ടൽമുളകും പൊട്ടുമ്പോൾ അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുത്താൽ നല്ല സൂപ്പർ വറവാണ്. എല്ലാവരും എവിടെ കാമ്പ് കണ്ടാലും ഇത് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ കപ്പയ്ക്കയും കാമ്പും പുളിങ്കറി വെച്ച സൂപ്പറാണ്. എനിക്ക് ഇത്രയേ അറിയുള്ളൂ കേട്ടോ, ഇതിൽ കൂടുതലെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഞാൻ ഈ കാമ്പ് കൊണ്ട് ഈ മൂന്ന് കറികൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. എനിക്ക് അത്രേ അറിയുള്ളൂ. വലിയ കാമ്പ് കിട്ടി കേട്ടോ, ട്യൂബ് പോലെയുണ്ട്.